വീണ്ടും ഈ പ്രഭാതത്തിൽ കാലിന് ദീപം വചനധ്യാനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പല വിധവമാരിൽ ഒരു വിധവ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് അല്പസമയം ദൈവവചനം ധ്യാനിക്കാം. പല വിധവമാരിൽ ഒരു വിധവ, ഇതിന് ആധാരമായിരിക്കുന്ന വേദപുസ്തക ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. പല വിധവമാരുണ്ടായിരുന്നിട്ട് സരപ്തയിലെ ഒരു വിധവയുടെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ച ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇത് യേശു കർത്താവ് ജനങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഒരു പ്രവാചകനും തൻ്റെ സ്വന്തം ഭവനത്തിലും സ്വന്തം ദേശത്തിലും പിതൃഭവനത്തിലും സമ്മതനല്ല, അഭികാമ്യനല്ല എന്ന കാര്യം അറിയിക്കുവാനായിട്ടാണ് ഈ പരാമർശം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് സരപ്തയിലെ ആ ഒരു വിധവയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകളെ ധ്യാനിക്കുവാനായിട്ടാണ് ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നത്. ഇസ്രയേലിൽ പല വിധവന്മാരുണ്ടായിരുന്നു, സരപ്തയിൽ സാരാഫാത്തിൽ പല വിധവമാരുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ വിധവയുടെ വീട്ടിലേക്ക് മാത്രം ഏലിയാവിനെ അയച്ചു എന്ന് നമുക്ക് ദൈവ ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് അല്പസമയം ധ്യാനിക്കാം. ഇതിനാധാരമായിരിക്കുന്ന പഴയ നിയമ ഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ്. 1 രാജാക്കന്മാർ 17-9 മുതൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെയും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെയും 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. 3.5 വർഷക്കാലം ആകാശത്തിന്റെ കിളിവാതിലുകൾ അടഞ്ഞിട്ട് ദൈവിക പദ്ധതി പ്രകാരം ദേശത്ത് മഴയില്ലാതിരുന്നപ്പോൾ ദേശം വലിയൊരു ക്ഷാമത്തിലേക്ക് പോയി. ആ കാലഘട്ടത്തിൽ വലിയൊരു പ്രവാചകനായിരുന്ന ഏലിയാവിനെ പുലർത്തേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. കാരണം ഏലിയാവ് നാളെ ആഹാബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. ഏലിയാവിനെ ഏത് വിധത്തിലും പുലർത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ ശക്തി അറുതിയില്ലാത്തതാണ്, അതിരുകളില്ലാത്തതാണ്. അങ്ങനെയുള്ള ദൈവശക്തിക്ക് കേവലം ഒരു വിധവയുടെ വീട് തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ കാരണം എന്ത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാം. തിരഞ്ഞെടുത്ത വിധവയോ വളരെയധികം ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന സാരാഫാത്തിലെ വിധവയുടെ വീട്ടിലേക്കാണ് ഏലിയാവിനെ അയക്കുന്നത്. മാനുഷികമായി ഇതൊട്ടും ചേരാത്തതാണ്. നമുക്കൊരു പ്രവാചകനെ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ഭവനത്തിലാക്കണമെങ്കിൽ നാം എന്ത് ചെയ്യും? ആ ഭവനത്തിലെ ആ നാട്ടിലെ ഏറ്റവും മുന്തിയ ഭവനം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും സോഷ്യൽ സ്റ്റാറ്റസിലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭവനം മാത്രമേ നാം തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആലോചനയും ദൈവത്തിന്റെ പദ്ധതികളും മാനുഷിക പദ്ധതികളിൽ നിന്ന് തുലോം വ്യത്യസ്തമാണ്. ആ സരപ്തയിൽ സാരാഫാത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു കാണും. എന്നാൽ പ്രത്യേകമായിട്ട് ഈ വിധവയുടെ വീട്ടിലേക്ക് ദൈവം അയച്ചത്, നാളെ ഈ വിധവയുടെ വീട്ടിൽ ഒരു വലിയ ദൈവിക പദ്ധതി വെളിപ്പെടുവാനായിട്ടുണ്ട്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് അവളെ അയക്കുന്നത്. ഈ വിധവയുടെ അവസ്ഥ നമുക്കറിയാം. ഏലിയാവിനോട് വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. 9-ാം വാക്യം 1 രാജാക്കന്മാർ 17-9, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാഫത്തിലേക്ക് ചെല്ലുക. സീദോനോട് ചേർന്ന സാരാഫത്തിലേക്ക്. എത്ര കറക്റ്റായിട്ടാണ് ദൈവം വഴി പറഞ്ഞു കൊടുക്കുന്നത്. സീദോനോട് ചേർന്ന് സാരാഫത്തിലേക്ക് ചെല്ലുക. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഈ വിധവയെ കാണുന്നുണ്ട്. വിധവയെ കാണുമ്പോൾ അവൾ വിറക് പറക്കുകയാണ്. 2 വിറകാണ് അവളുടെ കയ്യിലുള്ളത്. അത് വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നു. അവൾ 2 വിറക് പിറക്കിയിരിക്കുകയാണ്. 2 വിറക് അവളുടെ കയ്യിലുണ്ട്. ഏലിയാവ് അവളോട് തനിക്ക് വെള്ളം കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. വെള്ളത്തിനോടൊപ്പം തനിക്ക് അല്പം ഭക്ഷണവും കൂടെ തരാൻ പറയുന്നു. അതിനവൾ പറഞ്ഞ മറുപടി 12-ാം വാക്യം. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ 1 പിടി മാവും
തുരുത്തിയിൽ അല്പം എണ്ണയുമല്ലാതെ എനിക്ക് ഒരപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇതുകൊണ്ട് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു. വിധവയുടെ അവസ്ഥ കണ്ടോ? ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഈ ന്യൂനതകളും ഈ ഇല്ലായ്മകളും ഈ വല്ലായ്മകളും ഒരു തടസ്സമേ അല്ലായിരുന്നു എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൾ അവളുടെ അവസ്ഥ മുഴുവൻ തുറന്നു പറയുകയാണ്. 2 വിറകേ എൻ്റെ കയ്യിലുള്ളൂ, കാരണം എനിക്ക് 2 വിറകിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 വിറക് എരിഞ്ഞു തീരുന്നതോടുകൂടി തീരാൻ പോകുന്നതാണ് എൻ്റെയും മകൻ്റെയും ജീവിതം. അവൾ അവളുടെ ഉള്ള അവസ്ഥ മുഴുവൻ പ്രവാചകന്റെ മുമ്പിൽ നിരത്തുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഭയപ്പെടേണ്ട. ആ വാക്കിനാണ് അവൾ ചെവി കൊടുത്തത്. പ്രവാചകൻ പറയുന്നു 13-ാം വാക്യത്തിൽ, ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്കും പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവൻ പറഞ്ഞു. പിന്നെ അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്തൊക്കെയായിരുന്നു ഈ ഒരു വിധവയുടെ പ്രത്യേകത? ഞാൻ വീണ്ടും ആ സന്ദേശം ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നു. പല വിധവമാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, പല വിധവമാർ സാരഫാത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2 വിറകുമായി നിൽക്കുന്ന, ദാരിദ്ര്യത്തിന്റെ മുഖപത്രമായിരിക്കുന്ന ഈ ഒരു വിധവയുടെ വീട്ടിലേക്കാണ് ഏലിയാവിനെ അയച്ചത്. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ, ഈ വിധവയുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതി ഇറങ്ങുവാനായിട്ടുള്ള ഗുണങ്ങൾ, ദൈവം കണ്ട നന്മകൾ എന്താ? മാനുഷികമായി ഭൗതികമായി ഒന്നുമില്ല, പക്ഷേ ആത്മീയമായി ചില കാര്യങ്ങൾ അവളിൽ കണ്ടു. ഒന്ന്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിനെ അവൾ അതുപോലെ അനുസരിച്ചു. രണ്ടാമതായിട്ട്, നീ ചെന്ന് ആദ്യം എനിക്കും പിന്നെ നിനക്കും ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ആദ്യം ദൈവിക കാര്യത്തിനും പിന്നെ നിന്റെ കുടുംബത്തിനും വേണ്ടി കണ്ടെത്തുക എന്ന് പറഞ്ഞത് അവൾ അതുപോലെ അനുസരിച്ചു. ആദ്യം ദൈവിക കാര്യത്തിനും പിന്നെ സ്വന്തം കാര്യത്തിനും ആരൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അവരുടെ വീട്ടിൽ ദൈവത്തിന്റെ വലിയ സന്ദർശനവും ദൈവത്തിന്റെ വലിയ ഇടപെടലുകളും ഉണ്ടാകും. പിന്നീട് ഏലിയാവ് പറഞ്ഞ വചനം അവൾ അതുപോലെ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും മാനുഷികമായിട്ട്? അല്പം മാവ്, അല്പം എണ്ണ, ഒരു പിടി മാവ്, 2 വിറക്. എന്നാൽ പറയുന്നു, ക്ഷാമം തീരുന്നത് വരെ നിന്റെ വീട്ടിൽ യാതൊന്നിനും കുറവില്ലെന്ന്. ദൈവവചനത്തെ അവൾ അതുപോലെ വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ സാരാഫത്തിലെ വിധവയെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള അവളുടെ സ്വഭാവ വിശേഷങ്ങൾ, ഒന്ന്, തൻ്റെ ഉള്ള അവസ്ഥ മുഴുവൻ പ്രവാചകന്റെ മുമ്പിൽ അവൾ ആദ്യം പറയുന്നുണ്ട്. ഒന്നും ഒളിച്ചു വെക്കുന്ന സ്വഭാവക്കാരിയല്ല, സുതാര്യമായ ഒരു ജീവിതം. തൻ്റെ വീട്ടിലെ ഇല്ലായ്മകൾ ഉള്ളതുപോലെ പറയുന്നു. ആ ഇല്ലായ്മയുടെ മധ്യത്തിലും ഭയപ്പെടാതിരിക്കാനുള്ള ദൈവിക ആഹ്വാനത്തെ അവൾ സ്വീകരിക്കുന്നു. ആദ്യം ദൈവിക പദ്ധതികൾക്കും പിന്നെ തൻ്റെ ജീവിതത്തിനും വേണ്ടി തൻ്റെ ഇല്ലായ്മകളെ മാറ്റിവെക്കുന്ന ഒരു സഹോദരിയാണ് അവൾ. അവൾ ദൈവവചനത്തെ വിശ്വസിച്ചു, പ്രവാചകനിലൂടെ കേട്ട ദൈവശബ്ദത്തെ വിശ്വസിച്ചു, ഒരത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ചു. ക്ഷാമം തീരുന്നത് വരെ എൻ്റെ ഭവനത്തിൽ കുറവ് വരികില്ല എന്ന് ഏലിയാവ് പറഞ്ഞതിനെ വിശ്വസിച്ച് അവൾ വേഗം ചെന്ന ഒരു പിടി മാവ് കൊണ്ട് പ്രവാചകന് വേണ്ടി ആദ്യം ഉണ്ടാക്കുകയും പിന്നീട് തനിക്ക് വേണ്ടി ശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതമായി കലത്തിലെ മാവ് കുറയാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് തീരുന്നില്ല പ്രിയരെ. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പ്രിയ സഹോദരിയുടെ മകൻ മരിച്ചു പോവുകയാണ്, ഒരു രോഗം പിടിച്ച്. ആ മരണത്തിന്റെ മധ്യത്തിൽ അവൾ തൻ്റെ വിശ്വാസമൊക്കെ വിട്ടുപോയിട്ട് നിലവിളിക്കുന്ന സമയത്ത് പ്രവാചകൻ വീണ്ടും അവിടെ വരികയും കുഞ്ഞിന് ജീവൻ മടക്കി കൊടുക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയും. 24-ാം വാക്യം 17, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. മകന്റെ ജീവൻ തിരികെ വന്നപ്പോൾ അവൾ പറയുന്നു, നിന്റെ വായിലുള്ള ദൈവത്തിന്റെ വചനം സത്യമെന്ന്. അങ്ങനെയെങ്കിൽ സാരാഫാത്തിലെ വിധവയുടെ പ്രത്യേകത എന്താ? എന്തുകൊണ്ട് ആ ഭവനത്തെ തിരഞ്ഞെടുത്തു? നാളെ നിന്റെ മകൻ ജീവിക്കണം, നാളെ മകൻ ജീവിക്കണമെന്നുള്ള ദൈവിക പദ്ധതി ആ ഭവനത്തിൽ സാധ്യമാകാനായിട്ട് ഇന്ന് പ്രവാചകനെ അങ്ങോട്ട് അയക്കുകയാണ്. അങ്ങനെയെങ്കിൽ പല വിധവമാരിൽ ഒരു വിധവയായ സാരഫത്തിലെ വിധയെ പോലെ മൂല്യങ്ങളുള്ളവരായി ആദ്യം ദൈവത്തിനും പിന്നീട് നമുക്കും വേണ്ടി കരുതുന്നവരായി തീരാം. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ ഭവനങ്ങളിലെത്തട്ടെ. അതിന് ദൈവം നമ്മളെ ശക്തരാക്കട്ടെ.